കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് തോന്നുന്നു. പക്ഷെ അത് എണീറ്റ് നിന്ന് ടീച്ചറോട് ചോദിക്കാൻ ഒരു പേടിയാണ്. ഇങ്ങനത്തെ ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാം. സോ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം, ഞാൻ ചോദിക്കുന്ന ചോദ്യം സ്റ്റുപ്പിഡ് ആയിട്ട് പോകുമോ, മറ്റുള്ളവർ അത് കേട്ട് എന്നെ കളിയാക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരിക അല്ലേ. സോ ഒരു കാര്യം എന്റെ കുട്ടികൾ മനസ്സിലാക്കുക, ഒരു ചോദ്യവും സ്റ്റുപ്പിഡ് അല്ല, ആൻഡ് ആ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഒരു പേടി നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ടല്ലേ മക്കളെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ജസ്റ്റ് ഒന്ന് കൈ റേസ് ചെയ്യാം. എന്നിട്ട് ടീച്ചർ എടുത്ത് ടീച്ചർ ഒന്നുകൂടെ പറയോ, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കാനുള്ള സംശയം ഒന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക പേപ്പറിൽ. എന്നിട്ട് ജസ്റ്റ് ഉള്ളിൽ ഒന്ന് പറഞ്ഞു നോക്കുക, ഈ ഡൗട്ട്സ് ഞാൻ എങ്ങനെയാണ് ടീച്ചറോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ടീച്ചറോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, ഞാൻ ഈ സംശയം, എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ട്, ഞാനൊന്ന് ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഓക്കെ അത് നല്ല ഡൗട്ടാണ് എന്നുള്ളത് അവരും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നമ്മൾ ഇങ്ങനെ ഡൗട്ട്സ് ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം.